വെൽക്കം ടു ട്രാവൽ വേൾഡ്. എവിടെയായിരുന്നു നിങ്ങൾ ഈ രണ്ടാഴ്ച? കുറച്ച് അത്യാവശ്യം തിരക്കിലായിരുന്നു. അത് മോശമായിട്ടാ. എവിടേക്കാ പോണെന്ന് നിങ്ങൾ? ഒരു 2 പ്രതീക്ഷിക്കാത്ത അതിഥികൾ വരുന്നുണ്ട്. പ്രതീക്ഷിക്കാത്തല്ല, പ്രതീക്ഷിച്ചതാണ്. ഈ ആഴ്ചയല്ല, അടുത്ത ആഴ്ച. അതിഥികൾ ആരാധന ഞങ്ങൾ അടുത്ത ആഴ്ച വീഡിയോയിൽ നിങ്ങൾ കാണിക്കാം. അടുത്ത ആഴ്ച വീഡിയോയിൽ കാണുമോ? അടുത്ത ആഴ്ച വീഡിയോയിൽ ചിലപ്പോഴേ കാണത്തുള്ളൂ. പിറ്റത്തെ വീഡിയോയിലായിരിക്കും നിങ്ങൾ കാണാം. ഇന്ന് കാലാവസ്ഥ ഉണ്ട് അങ്ങനെ എന്നത്തെയും പോലെ തണുപ്പും കാറ്റും. ഇതിപ്പോ സ്പ്രിംഗ് ആന്ന് പറഞ്ഞിട്ടും തണുപ്പൊന്നും മാറിയിട്ടില്ല. അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയുണ്ട്. ഞങ്ങൾ രണ്ടാഴ്ച നല്ല തിരക്കിലായിരുന്നു. നല്ല തിരക്കിലായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ എന്നൊരു സ്ഥലം വരെ ഇപ്പോൾ അവിടെ അടുത്താണ്. അങ്ങനെ അവിടെ നോക്കിയതില്ലേ, ഇവിടെ അടുത്താണ് കെയർഫില്ലി എന്ന് പറഞ്ഞൊരു സ്ഥലം. അവിടെ കെയർഫില്ലിൽ നമുക്കറിയാമല്ലോ, നമ്മൾ വെയിൽസിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കാസിലാണ് കെയർഫില്ലിലുള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ കാസിൽ കാണാൻ പോകുകയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞാലും, കാസിൽ മാത്രമല്ല, കാസിലിൻ്റെ അടുത്ത് ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അത് ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ, ഇന്ന് മാത്രമേ ഉള്ളൂ. ഇന്നലെ ഞങ്ങൾ അറിഞ്ഞേ. അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ പോവാമെന്ന് പറയാൻ പറ്റില്ല വീഡിയോയിൽ, കാരണം ഇന്ന് രാവിലെ അത് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 9 to 5 അത് സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഒരു അഡ്വർടൈസ്മെന്റിൽ എഴുതിയ ഒരു 75ഓളം സ്റ്റോൾസ് ഉണ്ട്. ഇന്ത്യൻ അല്ല, മെയിൻലി ബേക്കറീസും ഇവിടുത്തെ ഇംഗ്ലീഷ് ബേക്കിങ്ങും പിന്നെ ചൈനീസ് ഫുഡ് 1-2 ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യൻ ഞാൻ കണ്ടില്ല. അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം അതെന്താന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ അടുത്ത് വേറെ ചെറിയൊരു കണ്ടെയ്നർ, ഒരു ചെറിയൊരു ഷോപ്പിംഗ് മോൾ എന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ ആൾക്കാർ ഷോപ്പിംഗ് മോൾ കണ്ടിട്ടില്ലല്ലോ ശരിക്കും. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പുതിയൊരു മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതോടെയും പോയി കാണാം, ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. അപ്പോൾ നമുക്ക് പോലെ പോവാം. ഞങ്ങളിപ്പോൾ ഫുഡ് ഫെസ്റ്റിവലിന് പോവാൻ തീരുമാനിച്ചേക്കാം. ഇവിടെ ഒരാൾ കണ്ടുപിടിച്ചോണ്ട് വന്നതാ. ചെല്ലുമ്പോൾ അറിയാം എങ്ങനെയുണ്ടത്. ഫുഡ് ഉണ്ടാവും അവിടെ എന്തായാലും. വായ വെക്കാൻ കൊള്ളാമെന്നൊന്നും അറിയത്തില്ല, ചെല്ലുമ്പോൾ അറിയാം. നോക്കിയോ, അവിടെ നല്ല തിരക്കായിരിക്കും ഉണ്ടാവും. ഇവിടുത്തെ ആൾക്കാരെ ഉണ്ടാവുള്ളൂ, നമ്മുടെ പോലത്തെ ആൾക്കാരെ ഉണ്ടാവില്ല. എനിവേസ് നൈറ്റൊക്കെ കഴിഞ്ഞിരിക്കണം, അതാണ് ഇങ്ങനെ ഒരു ക്ഷീണമുഖമായിട്ടിരിക്കുന്നത്. ഇത് ഒരു പുതിയ സാധനമാണ്, നമ്മുടെ അന്നക്കുട്ടി വാങ്ങിച്ചു തന്നതാ. തണുപ്പിനെ പ്രതിരോധിക്കാൻ, പിന്നെ മുടി ഒതുങ്ങിയിരിക്കാൻ, രണ്ടുണ്ട് ഇതുകൊണ്ട് ഉപകാരം. ഈ രണ്ടാഴ്ച വീഡിയോ ഇടാതായപ്പോ ചെറിയൊരു വിഷമം ഉണ്ട് കേട്ടോ സത്യത്തില്. കാരണം നമ്മളതിങ്ങനെ ഡെയിലി എല്ലാ ആഴ്ച ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ശീലിച്ചേ ആ ശീലം മുടങ്ങുമ്പോ ഒരു സുഖല്ല. അല്ല, സത്യത്തില് നമുക്കതൊരു മിസ്സിങ് തന്നെ. ആ ഒരു വീഡിയോ എടുക്കില്ല എന്ന് പറയുമ്പോ ഒരു പിന്നെ തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് വീഡിയോസ് എടുക്കാതിരുന്നത്. പിന്നെ ഒന്നാമത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഫുൾ മഴയായിരുന്നു. അത് സെക്കൻഡറി ആണ്. കഴിഞ്ഞ ശനിയാഴ്ച ഒക്കെ ഭയങ്കര മഴയല്ലായിരുന്നു. എന്താ മഴയായിരുന്നു, മഴ കണ്ടിട്ടില്ലല്ലോ ഇവിടെ. കഴിഞ്ഞ ശനിയാഴ്ച മഴയൊന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ചേച്ചിയൊക്കെ വന്നത്, നാട്ടിൽ നിന്ന് വന്നു. അപ്പോൾ അവരെയൊക്കെ വിളിക്കാൻ പോയതും പിന്നെ അങ്ങനെ കുറച്ച് തിരക്കായി. പിന്നെ അതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണ് നമ്മൾ നാഷ് പോയിന്റ് വീണ്ടും പോയായിരുന്നു. ഞങ്ങളത് വീണ്ടും ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച, പക്ഷെ ഓൾറെഡി ഞങ്ങൾ നാഷ് പോയിന്റിന്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്നാൾ പോയപ്പോഴാണ് അതിനേക്കാളും ഒരു ഭംഗി തോന്നിയത്. ഞങ്ങൾക്ക് ചായയും പപ്സൊക്കെ ഉണ്ടാക്കി, നിങ്ങൾ ഷോർട്സിൽ പലരും കണ്ടിട്ടുണ്ടാവും. അതൊരു രസമായിരുന്നു. വീഡിയോ എടുക്കാൻ തോന്നിയില്ല. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അന്ന്. നമുക്കന്ന് നാഷ് പോയിന്റ് താഴെ വരെ ഇങ്ങനെ ഇറങ്ങി പോകാൻ പറ്റി. പിന്നെ അവിടെ കുറച്ചു നേരം ഇരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ആൾക്കാരൊപ്പം, ഒരു നമ്മുടെ പ്രായക്കാര് അല്ലെങ്കിൽ നമ്മുടെ സെയിം ഒരു വൈബുള്ള ആൾക്കാരുടെ ഒപ്പം പോകുമ്പോഴാണ് ശരിക്കും യാത്ര എൻജോയ് ചെയ്യുന്നത്.
ഞങ്ങൾ അവിടെ ചെന്നപ്പോ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ഈ സമ്മറൊക്കെ എടുക്കും തോറും ആൾക്കാർ അവിടെ കാരവനൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ തമ്പടിച്ച് 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് നല്ല രസമാട്ടോ. നിങ്ങള് പോത്തറ പോണം, വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്, ബ്രിജന്റിൽ കിടക്കുന്ന ഒരു സ്ഥലം. സൗത്ത് വെയിൽസിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഒരു 1 ഡേ ട്രിപ്പായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. അതിന് ഭയങ്കര കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അല്ലാണ്ട് അവിടെ ഭയങ്കര ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഇപ്പൊ നമ്മൾ ഭയങ്കര ആക്ടിവിറ്റീസ് ഒക്കെ പ്രതീക്ഷിച്ച് പോകണമെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാവത്തില്ല. അവിടെ കെഫേ ഒന്നും, ആ കെഫേ പ്രവർത്തനമാണ്, സമ്മറിലൊക്കെ പ്രവർത്തനമാണെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് അറിയില്ല, അത് അടഞ്ഞു കിടക്കണമെന്ന് തോന്നുന്നു, തുരുമ്പൊക്കെ പിടിച്ച് കിടക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ്ങിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് സമയം, ഇപ്പൊ എന്ന് പറയുമ്പോൾ ഇവിടെ UK ഒരു 8 മണി അല്ല 8 ഒരു 9-9:30 ആകുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇരുട്ടാവുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഒരു ഈവനിങ്ങിൽ ചായയൊക്കെ ഉണ്ടാക്കി വല്ല എന്തെങ്കിലും അതിന്റെ കൂടെ കടിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഒരുമിച്ച് പോയി ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. സോ പറ്റാവുന്നവര് അങ്ങനെ ട്രൈ ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ 2 പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. കുറച്ചല്ല, ഇനിയുള്ള വീഡിയോസിലൊക്കെ അവരും ഉണ്ടാവും നമ്മുടെ കൂടെ. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അത് ഞാനിപ്പോൾ ആരാന്ന് പറയുന്നില്ല. കുറച്ച് പേർക്കൊക്കെ അറിയാം ആരാന്നുള്ളത്, പക്ഷെ കുറച്ച് പേർക്ക് അറിയത്തില്ല. കുറച്ച് പേരെന്ന് അറിയാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ UK കുറച്ച് പേർക്ക് അറിയാം ആരാ വരുന്നുള്ളത്. പക്ഷെ നമ്മുടെ കൂടുതൽ വ്യൂവേഴ്സ് നമുക്ക് നാട്ടിൽ നിന്നാ, ഇന്ത്യയിൽ നിന്നാ. അപ്പോൾ ഇപ്പൊ യാത്രകളുടെ ശൈലിയൊക്കെ കുറച്ചൊന്ന് മാറും. ഈ കുട്ടിക്കളിയൊന്നും പറ്റത്തില്ല ഏടാ. നമ്മളതുപോലെ തന്നെ ഇരിക്കും. എന്തിനാ നമ്മള് മാറണേ? ഞാൻ വെറുതെ പറഞ്ഞു കൂട്ടാ. കുട്ടിക്കളി മാറത്തില്ല, പിന്നെ തല്ലുകൂട്ടം മാറത്തില്ല, അതൊക്കെ ഉണ്ടാവും. കാണാം, കണ്ടറിയാം. പിന്നെ ഇത് വീണ്ടും ഞങ്ങൾ ഇറങ്ങി തുടങ്ങി മഴ, ചെറുതായിട്ട് ചാറ്റൽ മഴ. അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ. ഇപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഇപ്പൊ ഏതോ ഹിൽ സ്റ്റേഷനിലേക്ക് കേറി പോണ പോലെ ഉണ്ട് കാണാൻ അല്ലേ? പക്ഷെ അവിടെ കോട വന്ന് മൂടിയെടുക്കുക. ഈ വഴിക്ക് എപ്പോഴൊക്കെ പോയിട്ടുണ്ട് നമ്മള്. പക്ഷി പറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ഭയങ്കര വൃത്തികെട്ട ലുക്ക്. കാഷ്ടിച്ചിട്ടുണ്ടല്ലേ? പഴയ വീടുകളാണ് ഈ ഭാഗത്ത്. നാട്ടില് ചൂട് അനുഭവിക്കുന്നവർക്ക് ഇത് കാണുമ്പോൾ ഒരു കണ്ണിനൊരു കുളിർമയായിരിക്കും, ഒരു ആശ്വാസം. നാട്ടിലെ ചൂട് ഭയങ്കര ചൂടാന്നല്ലേ പറയണേ ഇപ്രാവശ്യം. നാട്ടില് പുറത്ത് മുട്ട വെച്ച് കഴിഞ്ഞാൽ വിരിയുന്നൊക്കെ പറയണപ്പോ. നല്ല കാര്യായിട്ടാ അങ്ങനൊക്കെ പറയണേ. അത്രയും ചൂടാ. ആ വീടൊക്കെ അത് കുറച്ചൊരു മോഡേൺ ലുക്ക് അല്ലേ? ഏകദേശം എത്താറായി. എത്ര മിനിറ്റാ കാണിക്കുന്നത്? 7. ബാക്കിലെ മലനിരകള് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടുത്തെ റോഡ് ഡിസിപ്ലിൻ അതൊരു പറയേണ്ട കാര്യം തന്നെയാണ്. ഭയങ്കര പേഷ്യൻസ് ഉള്ള ഡ്രൈവിങ്. ഞങ്ങൾ ഈ ഡ്രൈവിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളൊരു കാര്യം ചിന്തിച്ചിട്ട് കുറച്ച് നാളായി. ഞങ്ങൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് വീഡിയോ ചെയ്യാം. ഇവിടെ ലൈസൻസ് എടുക്കുന്നതിനെ പറ്റിയും, പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസിൻ്റെ വാലിഡിറ്റിയും, പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ വണ്ടി നമ്മൾ എടുക്കാനാണ് ആദ്യം നോക്കാറ്. അല്ലാത്തവരും ഉണ്ട്, ഓരോരുത്തരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് അനുസരിച്ച്. പക്ഷെ മോസ്റ്റ്ലി ഞങ്ങൾ കണ്ടേക്കുന്നത് തന്നെ ആൾക്കാർ പെട്ടെന്ന് വന്ന് കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു വണ്ടി വാങ്ങിച്ച് അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കത്തക്ക രീതിയിൽ ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വണ്ടികളൊക്കെ ഇങ്ങനെ ഈ അടുത്ത് നോക്കാനൊക്കെ പോയായിരുന്നു ഞങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി. അപ്പോൾ അതിനെപ്പറ്റി ചെറിയൊരു വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിപ്പോൾ കെയർഫുള്ളി ടൗൺ എത്തി, അതിൻ്റെ ചെറിയൊരു തിരക്കാണ് ഇവിടെ. ഇപ്പോൾ ഇന്നത്തെ ആ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ അന്നൊന്നും കൂടുതലും. ഇനിയിപ്പോൾ പാർക്കിംഗ് കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല. കുറേ പ്രായമുള്ള അപ്പാപ്പന്മാരും അമ്മാവന്മാരൊക്കെ ഉണ്ട്. നമുക്ക് നേരെ പോകണം, പക്ഷെ നല്ല ബ്ലോക്കാണല്ലോ. അവർ 2-3 പ്രാവശ്യം താങ്ക്സ് കാണിക്കുന്നുണ്ടല്ലേ. അത് അവരുടെ ഒരു കൾച്ചറാണ് ശരിക്കും. അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങൾ ഉണ്ട്, കണ്ടുപഠിക്കാനുണ്ട് നമുക്ക്. അതെ, ചില നല്ല കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മൾ അഡാപ്റ്റ് ചെയ്ത് മാറുന്നത് വളരെ നല്ലതാണ് അല്ലേ?
വേറാസ് ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടുള്ളൂ, ഞാൻ ഇങ്ങനെ നടക്കുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നത് ഭയങ്കര ഫുളിഷ്നെസ് ആണെന്നാണ്. ആ റോഡ് മൊത്തം ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ശരിക്കും നേരെ പോകണ്ടായിരുന്നേ, പക്ഷെ അത് മൊത്തം അവര് ക്ലോസ് ചെയ്തു. നമുക്കിവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടുകയാണെങ്കിൽ, മിക്കതും കിട്ടാൻ വഴിയൊന്നുമില്ല, കാരണം ഇവിടെ ഫുൾ വണ്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്കിപ്പോൾ കുറച്ച് നടക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല, നടക്കാവില്ല. ഇല്ല നമുക്ക് ഇവിടെ വണ്ടി കയറ്റാം. ഓക്കെ. പക്ഷെ അത് ഡബിൾ ലൈൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ആണോ അറിയില്ല. ഈ കാണുന്ന ഈ ഡബിൾ ലൈൻ കണ്ടോ, ഡബിൾ യെല്ലോ ലൈൻ, അതൊക്കെ നമ്മുടെ റോഡ് സൈൻസ് നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് കറക്റ്റായിട്ട് അവർ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്ന 2 രീതിയിലാണ്. അതൊക്കെ പിന്നത്തെ വീഡിയോയിൽ പറയാം. ബ്ലേഡ് കട്ടിങ് ആണല്ലോ സാർ? ഇല്ലടാ, അങ്ങനെ നമുക്കൊരു സ്ലോട്ട് കിട്ടി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ. നമ്മളിതുപോലെ ഡബിൾ യെല്ലോ ലൈനിൽ കണ്ട അവിടെ വണ്ടി പാർക്ക് ചെയ്യരുത്, കാരണം നമുക്ക് നല്ല എമൗണ്ട് ഫൈൻ കിട്ടും. അപ്പോൾ ഇവിടെ എന്താ ഡിസ്പ്ലേ ചെയ്യണോ ഇവിടെ ടിക്കറ്റിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നോക്കിയാൽ? Monday to Saturday 8 AM to 5 PM വരെ. Permit holders or 1 hour or no return. ഇന്ന് 5 മണി വരെ ഉണ്ട് അല്ലേ? ഇവിടെ വേറെ കാര്യം ശ്രദ്ധിച്ചാടാ, ഓരോ വണ്ടിക്കാരും ഇങ്ങനെ സ്ലോട്ട് നോക്കി നടക്കുക. അവിടെ എന്തോ അത് പെർമിറ്റാ വെച്ചേക്കണെന്ന് തോന്നുന്നു അല്ലേ? അത് പാർക്കിംഗ് ടിക്കറ്റ് കിട്ടിയതാണോ? നോക്കി കർത്താവേ, അങ്ങനെയാണ് നമുക്ക് വേഗം ഇവിടെ നിന്ന് വണ്ടി എടുക്കാം. പാർക്കിംഗ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കണ്ട, ഇതുപോലത്തെ സാധനം കിട്ടും നമുക്ക്. വണ്ടി എടുക്കാം. നമുക്ക് ഇവിടുന്ന് വണ്ടി മാറ്റാടാ കൂട്ടാ. ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ വായിച്ചു നോക്കട്ടെ എങ്ങനെയാന്ന്. നമുക്കത് പേ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇല്ല, അതിനകത്ത് 1 മണിക്കൂർ. പക്ഷെ നമ്മൾ അതിനെ മണ്ടക്കി പോടാ, 2 മണിക്കൂറൊന്നും പോരാ. നമുക്ക് എന്തായാലും വണ്ടി എടുക്കാം, വാ, റിസ്ക് എടുക്കണ്ട. ഫാൻ ഡിസ്പ്ലേ എവിടെയുണ്ട്? ഫാൻ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല തിരക്കാണ്, വണ്ടികളും കിട്ടാതെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ, ഇവിടെ മൊത്തം വണ്ടികൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞെടുക്കുക. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്യാപ്പിലിടാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷേ പാർക്കിംഗ് അവിടെയും കിട്ടിയില്ല. ഞങ്ങളപ്പോൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ പോകുന്ന വഴിയിലല്ല റോഡ് സൈഡിൽ എങ്ങനെയും നല്ല മണ്ടയിൽ പാർക്ക് ചെയ്യാം. 5 മണി വരെ ഉള്ളൂ. ഇപ്പം തന്നെ മണി 2 മണിയായി. ഇപ്പം ആകെ 2 മണിക്കൂർ നമുക്ക് എന്തെങ്കിലുമൊക്കെ. അയ്യോ, ഇതാണ് കാസിലിന്റെ ബാക്ക് സൈഡ്. ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാണാം. എവിടെയാ ശരിക്കും ഫെസ്റ്റിവൽ നടക്കണേ? കാസിലിന്റെ ഫ്രണ്ടിലിടാ, ആ ഫ്രണ്ട് മൊത്തം നടക്കാനൊക്കെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. ഇത് കാസില് കണ്ടടാ, ഇതിന്റെ ബാക്ക് സൈഡ് ആട്ടോ. അതിന് ചുറ്റുമൊക്കെ നടക്കാൻ നല്ല രസമാണ്. നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ അങ്ങനെ ബോർഡൊന്നും വെച്ചിട്ടില്ല, പെർമിറ്റ് ഹോൾഡേഴ്സ് കൊണ്ട് ബോർഡൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തത്. അങ്ങനെ 1 മണിക്കൂർ നമ്മളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്നു അല്ലേ ഏകദേശം. ഒരു പാട്ട് പാടിയാലോ? ഇവിടുന്നൊരു 15 മിനിറ്റ് നടക്കാണ്ട്. അതെ അതെ, ഇല്ല നടപ്പില്ല അല്ലേ? അങ്ങോട്ട് പോണ്ടി പ്രിന്റ് ഭയങ്കര തണുപ്പാ. ഈ കെയർഫില്ലിൽ ഭയങ്കര ചൂടാണല്ലോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് മാറിയാൽ മതി. ഇവിടെ ചൂട്, അവിടെ തണുപ്പ്. അതെ ആ വഴി പോവായിരുന്നു. ഏത് വഴിയാ? ഈ വഴിയും പോവാം. നമുക്ക് ഏത് വഴി വേണമെങ്കിൽ 5 മണി വരെ ഉണ്ടല്ലോ. അവിടെ എത്തുമ്പോ തന്നെ ഫുഡ് സ്റ്റോൾ അടച്ചിട്ടുണ്ടോ? ആൾക്കാർക്ക് അടച്ച് ബസ്സിലൊക്കെ വന്നാൽ മതിയായിരുന്നു അല്ലേ നമുക്ക്? അതെ, നമ്മുടെ വീടിന് മുമ്പിൽ നിന്നുണ്ട് ബസ്. പക്ഷെ സംഭവം ഇതില് വന്നു കഴിഞ്ഞാൽ ആകെ തലവേദനയാണ് നമുക്ക്. അങ്ങനെയൊന്നുമില്ല. പിന്നല്ലാതെ ഈ അരിച്ച് ചിലപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഈ സാധനം ഇവിടെ എത്തുമ്പോൾ 5 മണിയാവും. ഒക്കെ 20 മൈൽ റോഡിലൂടെയാണല്ലോ ഇത് പോവാ. നമ്മളൊരു പാർക്കിന്റെ നടുക്കോടെ നടക്കാം. കാസിൽ പാർക്കാണത്.
നമുക്ക് ഈവനിങ് ഒക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നടക്കാൻ നല്ല രസം. ഞങ്ങൾ വണ്ടിയോടൊക്കെ തുടങ്ങി ഇങ്ങനെ പോയിട്ടുണ്ട്. ഇതോടെ നടക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അന്ന് വണ്ടിയിലൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു അവിടെ സെന്റ് ബെർണാർഡ് ഉണ്ടോ എവിടെ ആ പട്ടിയല്ലേ. ഞാൻ മുകളിലേക്കൊക്കെ നോക്കാം ഏത് പൂക്കളാണെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് തണുപ്പടിച്ചെന്ന് കൂട്ട ഇന്ന് നമ്മൾ തണുപ്പടിച്ച് ജലദോഷം പിടിച്ചിന്ന് നമ്മൾ രണ്ടുപേരും കിടപ്പിലാവും. അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ ഒരിക്കലും പിടിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വെയിൽസിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കാസിൽ. അപ്പോൾ അവിടെ ചൂണ്ടിട്ട് മീൻ പിടിക്കണോ അവിടെ രണ്ടുപേര്. ആ കുഞ്ഞു കുഞ്ഞു പൂക്കൾ എന്ത് രസമല്ല കാണാൻ. ആ പുല്ലില് മഞ്ഞ് വീണ് നടക്കണ പോലെ. ഡാൻഡ്ലിയൻസ് ആണ്. ഡാൻഡ്ലിയൻസ് പൂക്കളുടെ പേരാ അല്ല ഡെയ്സി. പൂക്കളുടെ പേരാണോ ഡെയ്സി? നല്ല തണുപ്പ്. ഈ മനുഷ്യൻ എന്നിട്ട് കണ്ടില്ലേ ജാക്കറ്റ് ഒന്നും ഇല്ലാണ്ട് സ്റ്റീൽ ബോഡി. ഞാൻ സത്യത്തില് വെയിൽസിലെ ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര യൂസ്ഡ് ആയി. ഇവിടെ ഒരാൾ ഇതുവരെയായിട്ടും യൂസ്ഡ് ആയിട്ടില്ല. വീട്ടിൽ ചെന്ന് ടിഷ്യൂ മൂടി പൊളിച്ച് കിടക്കണ കാണാം ഈ വെയിൽസിലെ ആള്. ഈ കാസിലാണ് നല്ല രസമല്ലേ. അവിടെ എന്തോ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട് കാസിലില്. ഇതെപ്പോൾ വേണമെങ്കിൽ വീഴാം. അതുപോലെയാണ് കാസിൽ ആ ഒരു സൈഡ് കണ്ടോ നമ്മളെ കാസിലിൻ്റെ. അതെപ്പോൾ വേണമെങ്കിൽ വീഴാന്നുള്ള രീതിയിൽ. പക്ഷേ ഇവരെല്ലാം പണിത ആൾക്കാർ പെട്ടെന്നൊന്നും വീഴത്തില്ല. ഞാനേ തണുപ്പുണ്ടോ? കൈ പിടിച്ചാൽ മതി അപ്പോൾ. ഓക്കെ അല്ലേ? നല്ല കാറ്റുണ്ട്. അതിന് തണുപ്പ് ഫീൽ ചെയ്യുന്ന ഈ കാറ്റിലേക്ക് സുഖമാണ്. ഇവിടെ നമുക്ക് ഇതുപോലെ ടെമ്പററി ടോയ്ലറ്റ്സ് ഉണ്ട്. മിക്കവാറും ആവശ്യം വരില്ലേ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങായി നമ്മുടെ ഈ ഫുഡ് എന്താ പറയുന്നത് ഫുഡ് ഫെസ്റ്റിവൽ കെഫിലി ഫുഡ് ഫെസ്റ്റിവൽ. ഞാൻ ആദ്യമാക്കിയായിരുന്നു ഡിങ്കി ഡോണറ്റ്സ് എന്നല്ലായിരുന്നു അത്. ഞാൻ ആദ്യം വെച്ചത് ഡോങ്കി ഡോണറ്റ്സ് എന്നായിരുന്നു. കർത്താവേ ഭയങ്കര തിരക്കാണല്ലോ അല്ലേ? എവിടെ പോണ്ട? നമുക്ക് അങ്ങോട്ട് പോയാലോ? ആൾക്കാരൊക്കെ ഇങ്ങോട്ടാ പോണേ. അത് കഴിഞ്ഞു പോണ ആൾക്കാരാന്ന് തോന്നുന്നു. പോയി നോക്കാം. ഇത് നമ്മുടെ കാസിലിൻ്റെ ഒരു സൈഡാട്ടോ കേട്ടോ. ഒക്കെ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നൊരു കാസിലാണ്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ എന്തോരം പേര് കാണാൻ വരണേ അല്ലേ? അത് അവര് കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിനേക്കാളും ഇമ്പോർട്ടന്റ്. നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ പഴയതാണെങ്കിൽ പൊളിച്ചു കളയാം എന്നുള്ളതാണല്ലോ. ഇവിടെ പക്ഷെ പഴയതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ള ഒരു കൾച്ചറാണ്. അത് അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ രീതികളാണ്. ഇവര് കുറച്ചുകൂടി പഴയകാല ചിന്താഗതിയുള്ള ആൾക്കാരാ. ശാന്ത ജീവിതമുള്ള ശൈലിയാ. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ. ഭയങ്കര ഈ തപ്പാങ്കുത്ത് അല്ലെങ്കിൽ ഭയങ്കര സിറ്റി ലൈഫൊന്നും അവർക്ക് ഇഷ്ടമല്ല. ഇവരൊക്കെ സിറ്റിയിൽ നിന്ന് എപ്പോഴും കാർഡിഫിലൊക്കെ ഇപ്പം നമ്മൾ ചെന്നാലും ഈ വെൽഷ് ആൾക്കാർ കാർഡിഫ് സിറ്റിയിൽ നിന്നൊക്കെ മാറി അവരിങ്ങനെ ഉൾവലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും മൈഗ്രേഷനാണ് കാരണം. ഇപ്പോൾ ഇന്ത്യൻസ് ആയാലും പാകിസ്ഥാനി, ബംഗ്ലാദേശികൾ അങ്ങനെ കുറേ ആൾക്കാർ മൈഗ്രൻസ് ആയിട്ട് വരുമ്പോൾ അവരുടെ കൾച്ചറായിട്ട് ഇവർക്ക് പലപ്പോഴും യോജിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവര് അവരെ ശല്യപ്പെടുത്തത്തില്ല. ഇവര് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ വിറ്റ് ഇവരിങ്ങനെ ഉൾവലിഞ്ഞ് ഗ്രാമപ്രദേശങ്ങളിൽ, മലഭാഗങ്ങളിൽ, വാലി സൈഡുകളിലൊക്കെ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അങ്ങനെ ഇവർ ഉൾവലിഞ്ഞ് അവസാനം ഇവർ പോണ സ്ഥലത്തൊക്കെ നമ്മളും പോയി. അങ്ങനെ UK നമ്മൾ ഓടിക്കും. നമ്മളെ ഭാഷ പറഞ്ഞല്ലേ. അങ്ങനെ 2050 ആകുമ്പോൾ ഞാനൊരു വീഡിയോ ഇൻസ്റ്റയിൽ കണ്ടതാ. മറ്റേ ടീമുണ്ടല്ലോ പഞ്ഞിമിഠായിക്കാർ ഇങ്ങനെ കാണിക്കണത്. അത് നല്ല രസമായിട്ട് ചെയ്ത് കാണിച്ചു. 2050 കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ഒക്കെ UK എന്ന് പറഞ്ഞ രാജ്യത്ത് മിക്കതും മലയാളീസ് ആയിരിക്കും, ഇന്ത്യക്കാരായിരിക്കും. അങ്ങനത്തെ ഒരു ഇവരും വേണം. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവരും വേണം. എന്നാലാണ് ഈ രാജ്യത്തിന്റെ ഒരു ഭംഗി നിലനിൽക്കുന്നത്. അതെ, നമ്മള് ഫുഡ് ഫെസ്റ്റിവലിന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാ അല്ലേ? ഇവിടെ ഹിസ്റ്ററി പറഞ്ഞു ക്യാൻസറൊക്കെ കാണിച്ചതാണ്. ഇവിടെ നല്ല ഫുഡ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ പൊട്ടിപ്പൊളിഞ്ഞ ക്യാൻസർ കാണിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇതും കാണിക്കല്ലോ. ഇത് മാത്രമായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വന്നാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ തല്ലും. കാരണം ഈ പൊട്ടിപ്പൊളിഞ്ഞ സാധനമാണ് ഇവർ കാണിക്കാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നല്ലത് ഫുഡ് ഫെസ്റ്റിവലിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം കാണിച്ചിട്ടല്ലോ നല്ലത്.
ഇവിടെ പോലീസൊക്കെ ഉണ്ട്. അവർ പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ കാറ്റുകൊള്ളാൻ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഇടപെടേണ്ട കാര്യം. ഇത് എന്ത് പട്ടിയുടെ കൂട്ടത്? അത് കൊള്ളാലോ കൂട്ടാൻ. ഓ സോറി, ഇത് ഒലീവ് കായകളാണല്ലോ, അതൊക്കെ നന്നായിട്ടുണ്ടല്ലോ. ഓ can I try? Oh, we would. Thank you. You want to try? You try. Try? No, you No, try. no, look at. എന്തായാലും ഒലിവ്സ് ഭയങ്കര ഇഷ്ടമാണ് ആച്ചാച്ചൻ പറയാറ്. ഇതിങ്ങനെ ഫെർമെന്റഡ് ആയിട്ടുള്ള ഒലിവ കൊള്ളാം, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഉപ്പിലിട്ട വാങ്ങ പോലെ. അതെ, അമ്പഴങ്ങയൊക്കെ പോലെ അല്ലേ? വയറ് പബ്ലിക്കുണ്ട്, അപ്പൊ അതും ഇതിന്റെ കൂട്ടത്തിൽ പോകുന്നൊരു പേടി. നൈസ്. ബക്ലാവയൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്ത് വേണോ? നമുക്ക് താഴേന്ന് പോയി നോക്കിയിട്ട് വരാം. സ്മോക്ഡ് മീറ്റ് കണ്ടോ? എന്ത് മീറ്റ്? സ്മോക്ഡ്. ഓ സ്മോക്ക് മീറ്റ് അല്ലേ? ഇങ്ങനെ നമ്മളിങ്ങനെ തൂക്കി പുകയിൽ കടന്ന് ഉണക്ക ബീഫൊക്കെ കഴിക്കത്തില്ലേ? അവസാനം ആ ഒരു സ്റ്റൈൽ. നമ്മളീ നടക്കുന്ന റോഡുണ്ടല്ലോ, ഇത് മെയിൻ റോഡാ. ഇത് ഒരു റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്തായിരിക്കും. അത് മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല തിരക്കുള്ള കാഫിലെ റോഡ്. കാരണം ഈ കാഫിലി കാസിൽ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാർ ഇത് ഈ കാണുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെയാണ് കാഫിലി കാസിലൊക്കെ നമ്മൾ കാണാൻ വരുമ്പോൾ കാണാൻ വരുമ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം. അവിടെയൊക്കെ മൊത്തം ഈ ഹട്ടുകളാണ്, ഐ മീൻ ഈ ഫുഡ് കോർണേഴ്സ് ആണ്. നല്ല രസമുണ്ടല്ലേ? ശരിക്കും ഇത് കുറച്ച് ദിവസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും 2-3 ദിവസം വേണ്ടതാ അല്ലേ? പക്ഷെ 2 ദിവസം റോഡ് ക്ലോസ് ചെയ്തിടാൻ ബുദ്ധിമുട്ട്. അല്ല പിന്നെ വേറെ എവിടെയെങ്കിലും അവര് ഇത് നടത്തണമായിരുന്നു, ഈ റോഡ് ഇങ്ങനെ ക്ലോസ് ചെയ്യാതെ. ആക്ച്വലി UK-ൽ ഇനി ഫുഡ് ഫെസ്റ്റിവലിന്റെ കാലഘട്ടമാണല്ലോ. ഇനി ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു വരും. കേഫിലി ഫുഡ് ഫെസ്റ്റിവൽ, നമ്മൾ കഴിഞ്ഞ വർഷം പോയ സ്ട്രീറ്റ് അല്ല ഫോറസ്റ്റ് ഫുഡ് ഫെസ്റ്റിവൽ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇനി ഫുഡ് ഫെസ്റ്റിവലിന്റെ ഇങ്ങനെ സീസൺ ആണ്. ഓരോ വീക്കെൻഡുകളിൽ ഓരോ സ്ഥലങ്ങളിൽ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടാവും. എന്താ കഴുതകളാണല്ലോ ഇവിടെ? കഴുതകളല്ലേ ഇത്? കഴുതയാ. അതെ, മേലെ നിന്ന് പോകാനൊക്കെ പറ്റും തോന്നുന്നു അല്ലേ? പിന്നെ പൈസ കൊടുക്കണമായിരിക്കും. കുതിരയാണെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു തോന്നുന്നു. ഓ കഴുതയാണെങ്കിൽ സെയിം സാധനത്തിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഏത് കഴുതയുടെ പോകുന്നത്? കഴുത. അതാ ഞാൻ പറഞ്ഞു. പിള്ളേർക്ക് ചാടുണ്ടല്ലോ. കൊള്ളാം, ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടെ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരട്ടെ പലയിടത്തും. ഇതുപോലൊക്കെ കാഫിൽ എന്നല്ല, പല സ്ഥലത്തും ഇതുപോലൊക്കെ ഒരു അല്ലേ, ഞാൻ അങ്ങനെ പറയായിരുന്നേ, ഇതുപോലത്തെ ഓരോ ഫെസ്റ്റിവൽസേ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല, കുറെ വർഷങ്ങളായിട്ടുള്ളതാണ്. അല്ല, ഇതിങ്ങനെ ഇന്നത്തോടെ അവസാനിക്കാതെ തന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരട്ടെ. ഇപ്പൊ ഇവിടെ അടുത്തൊരു ചെറിയൊരു ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞ ഷോപ്പിംഗ് മോൾ എന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. വലിയ ഷോപ്പിംഗ് മോളൊന്നല്ല, ഒരു കണ്ടെയ്നർ മോൾ എന്നാണ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ പറഞ്ഞത് കണ്ടിട്ട്. അപ്പൊ ഞങ്ങൾ അവിടേക്കും പോകുന്നുണ്ട്. ഇനി അധികം വർത്താനം പറയാണ്ട് നമുക്ക് സ്ഥലങ്ങൾ കാണിക്കാം. വർത്താനം ഞാൻ പറഞ്ഞാൽ എന്തിനാണെന്നറിയോ? വിശപ്പ് കൂടാൻ വേണ്ടി എന്തെങ്കിലും തിന്നാൻ. ഇതൊക്കെ ഹോം ഡെക്കോർസ് ആണല്ലോ തോന്നുന്നു അല്ലേ? ഷോപീസ് പോലെ. സാധാരണ ഇപ്പൊ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ലൈക്ക് വില കൂടുതലായിരിക്കും ഇവിടെ. ഇത് കണ്ടോ, ഇപ്പൊ ഈ സാധനത്തിനൊക്കെ കണ്ടോ 32 പൗണ്ട്. സാധാരണ ഒരു ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വില കൂടുതലായിരിക്കും. കാര്യം ആൾക്കാർ ഇവിടെ വരുമ്പോൾ ആ ഒരു എന്താ പറയുക ഭംഗിയും അതൊക്കെ കാണുമ്പോൾ ലൈക്ക് ആ ഒരു ഫെസ്റ്റീവ് വെക്കേഷൻ മൂഡിൽ വരുമ്പോൾ ആൾക്കാർ ഇപ്പം നമ്മൾ തന്നെ കണ്ടില്ല, നമ്മൾ പല സ്ഥലങ്ങളും വെക്കേഷനിൽ പോകുമ്പോൾ സാധാരണ നമ്മളൊരു കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഒരു 2 ഇരട്ടി 3 ഇരട്ടി വില കൊടുത്തിട്ടായിരിക്കും നമ്മൾ വെക്കേഷനിൽ പോകുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൂഡിലും ആ ഒരു എൻജോയ്മെന്റ് ഭാഗമായിട്ട് നമ്മൾ അങ്ങോട്ട് ചെയ്യും. അപ്പം നമ്മൾ പൈസ ആലോചിക്കത്തില്ല. സോറി, ഇതൊക്കെ മിക്കതും ഈ ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് ആയിരിക്കും. കൈ കൊണ്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ അതും ഒരു ഭാഗമാണ് ഈ വില. ആക്ച്വലി ഇങ്ങനത്തെ ഫുഡ് ഫെസ്റ്റിവലുകൾ ലോക്കൽ ആയിട്ടുള്ള ബിസിനസ്സുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് മെയിനായിട്ട്. ആ ബോസ് ഒക്കെ നോക്കി എന്ത് ഭംഗിയാ തലയിൽ വെക്കുന്ന ബോ. ഞാൻ ഇന്നാള് തന്നെ തെമ്മൂന്ന് വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ വാങ്ങിക്കാറുണ്ട്. വേണ്ട, ഇവിടുന്നാണ് ശരിക്കും പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു കേട്ടോ. അതെ, ഇനി അവസാനാണോന്ന് അറിയില്ല. ഇത് സർക്കസ് ഫൺ ഹൗസ്. അത് നോക്കി വെച്ചാ വുഡൻ കീറിങ്ങുകള്.
10% ഓഫാണല്ലോ 3 മേടിച്ചു കഴിഞ്ഞാൽ അല്ലേ? നമുക്ക് ഇനി ഫുഡിന്റെ അവിടെ പോവാം, അതായിരിക്കും നല്ലത്. അതെ, ഇത് പിള്ളേരുടെ സെക്ഷനാണ് മൊത്തം. ചില കടകളിൽ മറ്റേ കാർഡ് അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. സ്റ്റോൺ കൊണ്ടുള്ള വർക്ക്, സ്റ്റോൺ വർക്ക് ആണല്ലോ, ജെം സ്റ്റോൺസ്. എന്താ ഇത് ഭംഗിയാ. അല്ല ഇത് എന്താ ഉദ്ദേശിക്കണേ? ഇത് ജെം സ്റ്റോൺ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മള് പിന്നെ അങ്ങനത്തെ ആൾക്കാരല്ലാതെ നമുക്ക് പിന്നെ അങ്ങനത്തെ നല്ല ശീലങ്ങളില്ല. നമ്മൾ ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും പോവാണെങ്കിൽ ഇത് നന്നായിട്ടോ കൂട്ടാ, നോക്കടാ രസമായിട്ടോ. Basically, find forage for these spring road times. Chef on And stage the way you do എന്നൊരു it പരിപാടിയാ. was in one of the elements of early doors is you put some salt on their ഫേമസ് burrows ആണ് and they come out ആള് ഫുഡ് ഉണ്ടാക്കുന്നത് കാണിച്ചു they തരും. come out like that. And he said it looks like the Titanic sinking in reverse, but everyone else thought it looked like something else. And they're really delicious. We don't really eat a lot of them. A lot of them get exported to Europe, but they're really great. They're like have a sweet taste, and they're really versatile. You can have them on like Freedom airs. You can chop them up, saute them a bit like a vongole with pasta would be great. And with that, I'm going to make a little compound butter. So compound butter is basically butter with something in it, and then make that into a little sausage, which is a really, really handy way of adding flavour to dishes, especially shellfish dishes. So, for instance, like scallops. So we use a compound butter at work that's. ആരാ പറഞ്ഞ ഇവിടെ ഇന്ത്യൻ ഇല്ലാന്ന്? അങ്ങനെ ഞാൻ മറ്റേ അതിനകത്ത് കണ്ടപ്പോൾ ലിസ്റ്റിൽ നോക്കിയപ്പോൾ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു ഇന്ത്യൻ ടേക്കവേ ഉണ്ട്. ഐ ആം സോറി. എന്തൊക്കെയുള്ളടാ അവിടെ? സമോസ, ചാട്ട്, ചിക്കൻ നാൻ. സ്വീറ്റ് അവിടെ ഡബ്ലിങ്സ് മേടിക്കാൻ നിന്നു. ഞാനിപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും സ്റ്റോൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് മേടിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ബട്ടർ മിൽക്ക് ഫ്രൈഡ് ചിക്കനൊക്കെ കൊടുത്തു. നമുക്ക് എന്താണെന്ന് നോക്കട്ടെ. എല്ലായിടത്തും നല്ല വരി, അതാണ് പ്രശ്നം. ഈ വരി നിന്ന് മേടിക്കുമ്പോൾ അത് നേരം പോകും. ഞാനിവിടെ അന്ന ആൻഡ് ലോക്കാന്ന് പറഞ്ഞൊരു ഷോപ്പിൽ ക്യൂ നിൽക്കുകയാണ്. സ്വീറ്റ് അവിടെ എവിടെയോ ഒരു ഡബ്ലിങ് ഷോപ്പിൽ അവൾ ക്യൂ നിൽക്കുകയാണ്. ഞാനിപ്പോൾ അവിടെ സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ ബൈറ്റ്സ് മേടിക്കാമെന്ന് വെച്ച് നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഡോണർ റാപ്പൊക്കെ ഉണ്ടല്ലേ, അത് അടിപൊളിയായിരിക്കുമോ? ഫേമസ് സൈറ്റൻ വിത്ത് റോക്കറ്റ് സ്ലോ, ഇതൊക്കെ സംഭവം. ഞാൻ അതൊന്നും ട്രൈ ചെയ്യാം. ഞാനവിടെ ഡോണർ പറയാമെന്ന് വിചാരിച്ചു, പക്ഷേ ആ സംഭവം കഴിഞ്ഞു തോന്നുന്നു. അവർ ആ ബോർഡ് എടുത്ത് കൊണ്ടുപോയി അവിടെ നിന്ന്. അയ്യോ, ഇനിയിപ്പോൾ സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ ബൈറ്റ്സ് പറയേണ്ടി വരും. പാസ്ത ഷാക്ക് എന്ന് പറഞ്ഞ ഇതിനകത്ത് വെയിറ്റ് ചെയ്യാം. അച്ചാച്ചന് അവിടെ മറ്റേ ഏതോ ഡോണർ റോളോ അങ്ങനെ എന്തോ വെയിറ്റ് ചെയ്യാം. അപ്പുറത്ത് ഞാൻ ഡംപ്ലിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു, പക്ഷേ ആ ലൈൻ ഭയങ്കര സ്ലോ ആയിരുന്നു മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പാസ്ത ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. എനിവേസ് കിട്ടുമോ ഇല്ലയോ എന്ന് അവിടെ ചെല്ലും പറയാം. കുട്ടനങ്ങനെ ഡബ്ലിങ്സിന് അവിടെ നിന്ന് മാറിയില്ലേ? എവിടെ വാങ്ങിയേ? ഞാൻ അതിന്റെ വീഡിയോ എടുത്തിരുന്നു. അപ്പുറത്തുനിന്ന് പാസ്ത കുട്ടൻ കഴിച്ചേക്കട്ടെ, നല്ല ചൂടാന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ കാർഡ്ബോർഡ് പോലത്തെ ഫോക്കാ. ചിക്കനാണോ അത്? അല്ല, മാക്ക് ആൻഡ് ചീസ് പാസ്ത. ഓ, ട്രൈ ഇറ്റ്. ചൂടുണ്ടാവേ അല്ലേ? നൈസ് നൈസാണോ? ഇവിടെ 2 പേര് നല്ല പൊരിഞ്ഞ തിരക്കിലാണ്. 5 പേരുടെ ടോക്കൺ അവരെടുത്തു. ഇപ്പോൾ 5 പേരുടെ ടോക്കൺ അടുത്ത കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ അവർ. ഇതൊക്കെ ടോക്കൺ കിട്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാ, കണ്ടില്ലേ? ഞാൻ ലോക്കിൻ്റെ അവിടെ പോയി നിന്നേ ഒരു അരമണിക്കൂറിൻ്റെ മേലെയല്ലേ ഞാൻ നിൽക്കുന്നു. അരമണിക്കൂറിൻ്റെ മേലെ നിന്നിട്ട് ഇതുവരെയായിട്ട് നമുക്ക് അവർ ഓർഡർ എടുത്തില്ല. ആകെ 2 പേര്, ചെറിയ സ്റ്റാൾ ആകെ 2 പേരിലുള്ളൂ. 2 പേര് നിന്നിട്ട് അവർ ഈ 100 പേർക്ക് എന്ത് ചെയ്യാനാ? ഇപ്പോഴും എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ പെണ്ണ് ഇപ്പോഴും അങ്ങനെ നിൽക്കുക വടി പോലെ.
നമ്മളിങ്ങോട്ട് പോന്നു. സ്വീറ്റി മേടിച്ച സാധനം നമ്മളെടുത്ത് തിന്നു തുടങ്ങി. ഇനിയിപ്പോൾ അടുത്ത വല്ല സ്റ്റോൾ നമുക്ക് നോക്കി എല്ലാം കഴിക്കാം. അതെ, എന്തായാലും ഒരു രസമുണ്ട്. കുറച്ചുകൂടി ആൾക്കാരായിട്ട് വരണമായിരുന്നു ആക്ച്വലി. നമ്മള് നമുക്കിത് നേരത്തെ അറിഞ്ഞില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ടീമിനെ വിളിക്കായിരുന്നു. രണ്ടു ദിവസം മുന്നാണ് നമ്മളിത് അറിഞ്ഞല്ലേ. അതെ അതെ രസം. ഈ ഫുഡ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരു തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഉടനീളം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇനിയുണ്ടല്ലോ. അധികം ആരും കയറാത്ത സ്റ്റോളിൽ കയറി ട്രൈ ചെയ്യാം. പക്ഷെ എല്ലായിടത്തും തിരക്കാണ് കേട്ടോ. നമ്മുടെ പോലത്തെ ആൾക്കാർ തന്നെ ഉണ്ടാവേ. ഇവിടെ തിരക്കാം, അങ്ങ് അടുത്തിൽ പോകാന്ന് പറയും. അപ്പൊ അവിടെ എത്തുമ്പോഴും ഇതുപോലെ എന്താ സംഭവം? ഡോണറ്റ് നോക്കിയാലേ ബാ. ഹാൻഡ് മെയ്ഡ് ഡോണറ്റ്. ഡോണറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വീഴും മനുഷ്യർ. ഇവിടെ ഓർഡർ കരോ ഒരു കയറി കട വീട്ടിൽ ആൾക്കാർ വരും. ഹോം മെയ്ഡ് ഡോണറ്റ്സ് ആണ്. ഇത് തീർന്നു കേട്ടോ. റാസ്ബെറി ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ കഴിഞ്ഞു. ബിസ്കോഫ് ട്രൈ ചെയ്യാം. ബിസ്കോഫാണോ? അവിടെ റാസ്ബെറി അറ്റത്തുണ്ട്. അതെ, എനിക്ക് വേണ്ട. എന്നാ ഇത് പറഞ്ഞു ബിസ്കോഫും. ബിസ്കോഫ് പ്ലീസ്. സോൾട്ടഡ് കാരമൽ പറഞ്ഞോണ്ട് പറയാം. ആൻഡ് വൺ സോൾട്ടഡ് കാരമൽ ആസ് വെൽ. ഭക്ഷണം കഴിക്കേണ്ട സാധനമാണ് നമ്മളിപ്പോ കഴിച്ചോണ്ടിരിക്കണേ. വേറൊന്നും കിട്ടാത്ത കാരണം. ബിസ്കോഫ് എങ്ങനെയുണ്ടോ? നന്നായിട്ടുണ്ടോ? നല്ല. ഞാൻ ഡോണറ്റിന് അങ്ങനെ വലിയൊരു ഫാനല്ല. ഞാൻ ഒടുക്കത്തെ ഫാനാണ്. നമ്മുടെ സാധനം എങ്ങനെ അതിനുള്ളിൽ ഉറങ്ങി കിടക്കുന്നുണ്ടല്ലേ. അവിടെ എന്ത് ഷോ നടക്കണ? പട്ടി ഷോ ആണോ? ഡോഗ് ഷോ ആണോ? പട്ടി ഷോ ആണോ? പട്ടി ഷോ ഇവിടെ അല്ലേ? അതെ, പട്ടി ഷോ ഇവിടെ. ഇവിടെയൊക്കെ കുറെ ഫഡ്ജുകള്, പിന്നെ ഈ സൈഡ്. ഒരു കോഴി നടന്നു പോകുന്നു. എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയുന്നു. എനിക്ക് ആ ബക്ലാവ, ആ ടർക്കിഷ് ഡിലൈറ്റ് വേണം, കുറച്ച് കശുരണ്ടി വേണം, ബക്ലാവ വേണം. അതോടെ കഴിഞ്ഞു എൻ്റെ. സീ ആൻഡ് സോൾട്ട് പെപ്പർ അല്ലേ? സീ സോൾട്ട് ആൻഡ് പെപ്പർ. മിനിമം 200 ഗ്രാം മേടിക്കണം അല്ലേ? 5 പൗണ്ട്. എന്ത് സാധനം അവിടെ? ടർക്കിഷ് ലോക്മ എന്ന് പറയും. ലോക്മ നല്ലതാണോ? അത് ടേസ്റ്റാണ്. ഈ സാധനം മേടിച്ചേ നമ്മൾ കഴിച്ചിട്ടുണ്ട് അന്ന് പണ്ട് രജനി എന്ന് വാങ്ങി. ആൻഡ് സീ സോൾട്ട് പെപ്പർ ആൻഡ് കാഷ്യൂ നട്ട്സ് പ്ലീസ്. ഇവിടെ ഒരു അമ്മച്ചി ഭയങ്കര പെർഫോമൻസ് ആണ്. ഞങ്ങള് എന്താന്ന് കഴിഞ്ഞാൽ ടർക്കിഷ് ഡിലൈറ്റ്. ടർക്കിഷ് ഡിലൈറ്റ് നന്നായിട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഇടയായിട്ട് എന്താണെന്നറിയില്ല, മധുരത്തോട് ഭയങ്കര ഒരു പ്രിയം.
അത്ര നല്ലല്ല കേട്ടോ അത്. അതന്നെ കുറച്ചൊക്കെ വയറ് ചാടിയുണ്ട്. റോസ് സൂപ്പറാ. റോസാ സൂപ്പറാ. ശരിക്കും റോസ് കഴിക്കണ പോലെ അല്ലേ? നമുക്കൊന്ന് അവിടെ വരെ പോയിട്ട് വരാം. ആ ഭാഗത്തൊക്കെ ഒന്ന്. പുള്ളിക്കാരി വീണ്ടും നമ്മുടെ മുന്നിലെത്തി. എന്താണ് പുള്ളിക്കാരത്തിന് പുള്ളിയുടെ നമ്മുടെ ഒരു അമ്മ ഫീല്. എനിക്ക് മതിയുടെ കൂട്ടാ, ഇത് മതി. ഇവിടെ ജ്യൂസ് പറഞ്ഞേക്ക്. സപ്പോർട്ട് ഉക്രൈൻ. നീ തോന്നാ ജ്യൂസ് ആ മെഷീൻ ഇടാൻ തോന്നുന്നു അല്ലേ? ഈ കാണിക്കുന്ന ഫ്രൂട്ട്സ് എടുത്ത് ഉപയോഗിക്കണം. അതെയോ മാമ്പഴം ഉണ്ടോ? ഇല്ല. എനിക്കൊരു പൈനാപ്പിൾ. എത്ര വില? മാംഗോ ഇല്ല. വില എത്രയാണ്? ആ ഇവിടെ തന്നെ മണ്ടേക്കര ഉണ്ടാവും. ആ തൊലി അടക്കാണ് പോണേ, എന്നിട്ട് അത് തൊലി മാറ്റി വരുമായിരിക്കും. അതെ അതെ. എനിക്ക് ഇങ്ങനത്തെ ഫ്രഷ് ജ്യൂസ് സ്റ്റോളുകളൊക്കെ ആയിരിക്കും. ഡൽഹിയിലത്തെ മിക്സ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടല്ലോ, അത് ഓർമ്മ വരും. ഒരു മെറൂൺ കളറിലാണ്, നല്ല രസം. അത് അതിനകത്ത് മൊസംബി എന്ന് പറഞ്ഞൊരു സാധനം ഇടും, പിന്നെ അനാറ്. ഫ്രൂട്ട്സ് കണ്ടാൽ ഇഷ്ടം. തായ്ലാൻഡിൽ പോകണം ശരിക്കും, ഫ്രൂട്ട്സ് ഒക്കെ നല്ലത് കഴിക്കും. പോവാടെ നമുക്ക് കിടക്കല്ലേ, നമുക്ക് ദിവസങ്ങളും നാളുകളും കിടക്കലടാ. ദൈവം ആയുസ്സും ആരോഗ്യം തരട്ടെ. അതെ അതെ. നമ്മുടെ നാട്ടിലത്തെ പൈനാപ്പിളൊക്കെ ആയിരുന്നെങ്കിൽ ഇത് വലിയ മധുരം ഉണ്ടാവില്ല. ഇല്ല, മധുരം മാത്രമല്ല ഫ്ലേവറും ഉണ്ടാവില്ല. അതെ, ഇത് ചുമ്മാ ഒരു നനഞ്ഞ പേപ്പർ കഷ്ണം കടിച്ചിടുന്ന പോലെ ഒരു ഫീൽ ആയിരിക്കും. ഞങ്ങൾ ഇതുപോലത്തെ ബോട്ടിൽ ഒരു 3 എണ്ണം പറഞ്ഞു. 3 എന്ന് പറഞ്ഞാൽ ഒരു പൈനാപ്പിൾ, ഒരു ആപ്പിൾ, ഓറഞ്ച്, അങ്ങനെ 3 ഫ്ലേവർ അല്ലേ? പേ ചെയ്യണം. നമ്മുടെ ഓറഞ്ചും ആപ്പിളും വന്നു അല്ലേ? പൈനാപ്പിളും വന്നു. എടോ ജ്യൂസ് കിട്ടിയപ്പോ നമ്മളെ വേണ്ട ഓടാണല്ലേ? ജ്യൂസ് കിട്ടിയപ്പോ ഓടാണല്ലേ? ജ്യൂസ് കിട്ടിയപ്പോ നമ്മളെ വേണ്ട. ഒരു പെങ്കൊച്ചിനെ കണ്ടു, അവിടെ ബിസിയാന്ന് തോന്നുന്നു. കൂടെ വർക്ക് ചെയ്ത പെങ്കൊച്ചിനെ ഇവിടെ കണ്ടു. ഇത് ഓറഞ്ച്. എന്നുണ്ട്? സൂപ്പർ ഫ്രഷ്. ശരിക്കും ഭയങ്കര മധുരമൊന്നുമില്ല, ബട്ട് അടിപൊളി. നെക്സ്റ്റ് മൊബൈല് ബാറ്ററി ലോ കാണിക്കുന്നത്. പൈനാപ്പിൾ പിന്നെ സൂപ്പർ ആയിരിക്കും, ഞാനല്ല പറഞ്ഞേ. സൂപ്പറാ. മരുണ്ടാ? നനഞ്ഞ പേപ്പർ കഷ്ണമൊന്നുമല്ല. നല്ല നല്ല നനഞ്ഞ പേപ്പർ കഷ്ണമൊന്നുമല്ല. മരുണ്ടാ? ചിലപ്പോ അതിനകത്ത് എല്ലാം മധുരം ഇട്ടുണ്ടായിരിക്കും. ഇല്ലല്ലേ? ഈ അമ്മച്ചി ഭയങ്കര ഓളാ. അമ്മച്ചി എവിടെ പോയാലുണ്ടല്ലോ. കഴിക്കട്ടെ. ആപ്പിൾ സൂപ്പറാ. കൊള്ളാല്ലേ? അമ്മച്ചി ബൈ. അമ്മച്ചി ബൈ. അമ്മച്ചിനെ വിടാൻ ഉദ്ദേശിച്ചില്ല അല്ലേ? അമ്മച്ചിയായിട്ട് ഇവിടെ ഓളുണ്ടാക്കണേ. ഇതാണ് നമ്മുടെ കാഫലിൽ വന്നിരിക്കുന്ന പുതിയൊരു ഷോപ്പിംഗ് മാൾ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും വലിയ സംഭവങ്ങളൊന്നും ഇല്ല, ഞാൻ അറിഞ്ഞു കേട്ടിടത്തോളം. അപ്പോൾ നമുക്ക് അതിനകത്ത് കയറാം. കുറച്ച് ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് പേര്, ഇതാണ് ഫോസ് കാഫെ കേട്ടാ. കാഫെ അല്ലേ? ഫോസ് കാഫെ കേട്ടോ. ലിഫ്റ്റ് ഉണ്ട്, അപ്പോൾ കാലം വയ്യാത്ത ആൾക്കാർക്ക് അതിനകത്ത് ലിഫ്റ്റിൽ കയറി പോവാം. ഇതൊക്കെയാണ് ഇവിടെയുള്ള സംഭവങ്ങൾ. കണ്ടോ കേട്ടോ. കൊള്ളാം. കണ്ടോ, ഇതാണ് കണ്ടെയ്നർ എന്ന് പറഞ്ഞ മറ്റേ ലോറിയിൽ കൊണ്ടുപോകുന്ന സംഭവം കേട്ടോ. കണ്ടെയ്നേഴ്സ് അല്ലേ? അതിങ്ങനെ ഓരോ ബ്ലോക്ക് ആക്കി അവരിങ്ങനെ.
സ്ഥലം നന്നായി ഉപയോഗിച്ചിട്ടുണ്ട് അവര്. കുഞ്ഞൊരു സംഭവം രസമുണ്ട്. കേരളക്കാരനുണ്ട് അവിടെ. കേരളീയൻ. ഇത് മനസ്സിലായോ? ഹായ്, ഹലോ. പിന്നല്ല, നമ്മൾ ഇതാണ് നോക്കി നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ കേരളക്കാരനുണ്ട് ഇവിടെ. കേരളക്കാരനുണ്ടായിരുന്നു. കേരള ഫുഡൊന്നും ഈ സംഭവം ഇവിടെ മനസ്സിലായോ? നമ്മൾ ഫോറസ്റ്റ് ഫെസ്റ്റിവൽ പോയപ്പോ ഈ സംഭവമാണ്. നമുക്ക് അവിടെ എന്താന്ന് നോക്കാം. വലുതാന്ന് വിചാരിക്കും, പക്ഷെ ഇവിടെ തണുപ്പ് കൂടുതലാ. അവിടെ നിന്ന് കാറ്റടിക്കല്ലേ. കേരളക്കാരൻ ഇവിടെ ഇങ്ങനെ സമൂസ, അതുപോലെ ഉള്ളി ബജി. ഇവിടെ വടി പോവാൻ സമോസ വേണോ, ഉള്ളി ബജി വേണോ? സമോസ വേണോ? എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ ഞാൻ സ്വീറ്റിൻ്റെ മൊബൈലാണ് ഞാൻ അടുത്ത വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടവർ. ഫുൾ സോസേജും ഫുൾ ബേക്കണും ഹോട്ട് ഡോഗ് പരിപാടികളൊക്കെയാണ്. ഇവിടെ ഇങ്ങനെ ലൈവ് പെർഫോമൻസ് ഒക്കെ നടക്കാൻ പോകുന്നു. അവിടെ ഇങ്ങനെ ആൾക്കാർക്ക് ഒരു ബാൻഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെന്തോ അവിടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ഭംഗിയുള്ളൊരു പാർക്കാണ് ഇവിടെ. ഇതിന് ചുറ്റും, കാസലിന് ചുറ്റും നടക്കാൻ അല്ലേ? പിന്നല്ലാതെ ദൈവം വെച്ചാൽ അങ്ങനെ പ്രായമൊക്കെ ആയാലും ഇങ്ങനെ നടക്കാൻ വരണം എന്തോ. അപ്പൊ നമ്മളെങ്ങനെയായിരിക്കും ദുന്തു ദുന്തു. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് ചെറിയ വീഡിയോ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം കാഫിലി, അവിടെ വന്ന് ഇവിടെ ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഫുഡ് ഫെസ്റ്റിവൽ. അതെ, അല്ലെങ്കിൽ പലർക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. നല്ല രസമാണ്. അതെ, പിള്ളേരൊക്കെ ആയിട്ട് വന്നാലും അവർക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അതെ അതെ, രസമാണ്. അതെ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കുവാണ്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നല്ലൊരു അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അടുത്ത ആഴ്ച നല്ലൊരു ഇൻഫോർമേറ്റീവ് ഉള്ളൊരു വീഡിയോ ആയിരിക്കും. ബൈ ബൈ. അവിടെ എവിടെയും ഈ ഡോൺ പേ അടിച്ചൊക്കെ പഞ്ചസാര ഇരിക്കുന്നുണ്ട്. എങ്ങനെയാടാ വേഗം പോകോ, വേഗം പോകോ, വേഗം വേഗം. പിന്നെ കൂട്ടം പറഞ്ഞിട്ടാണല്ലോ